Hello dears, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ക്ലാസ് 7 ബേസിക് സയൻസ് ഫസ്റ്റ് ചാപ്റ്റർ ടുവാർഡ്സ് എ 100-fold yield നോട്ട്സിന്റെ yield ആ നോട്ടാണ് കേട്ടോ എടുക്കുന്നത്. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒക്കെയാണ് ടീച്ചർ ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നത് മാംഗോ കൾട്ടിവേഷൻ എക്സ്പെക്ടേഷൻ. ആ ക്വസ്റ്റ്യൻ എവിടെയാന്ന് വെച്ചാൽ ഇവിടെ വരുന്നുണ്ട് അല്ലേ. വാട്ട് ആർ യു എക്സ്പെക്ടേഷൻ വൈൽ പ്ലാന്റിങ് ആൻഡ് നർച്ചറിങ് മാംഗോ സാപ്ലിംഗ് എന്ന് പറഞ്ഞല്ലേ. അതിൻ്റെ ആൻസറാണ് ടീച്ചർ പറയാൻ പോകുന്നത്. ഇതാ മാംഗോ കൾട്ടിവേഷൻ എക്സ്പെക്ടേഷൻ അല്ലേ. ക്വിക്ക് ഈൽഡ് വേണം, ഹൈ ഈൽഡ് വേണം, ക്വാളിറ്റി ഫ്രൂട്ട്സ് വേണം അല്ലേ. ക്വിക്ക് ഈൽഡ് എന്ന് പറഞ്ഞാൽ മാംഗോ ട്രീസ് ഷുഡ് സ്റ്റാർട്ട് yielding ഫ്രൂട്ട്സ് ആസ് early ആസ് പോസിബിൾ. പിന്നെ high yield, the tree should produce a large number of mangoes. Quality fruits, the mangoes should be sweet and of good quality. Then പിന്നെ what factors should be considered while selecting the best seeds അല്ലേ. വേറെ സീഡ് ഫോംസ് എന്നുള്ളത് എന്താണ്? പ്ലാന്റിൽ നിന്ന് അല്ലേ. പ്ലാന്റിൽ എന്താണ്? ഫ്രൂട്ടിൽ നിന്നാണ് അല്ലേ. വേറെ സീഡ്സ് എന്താണ്? ഫ്രൂട്ട്സ് അല്ലേ. വാട്ട് അബൌട്ട് ഫ്രൂട്ട്സ് പ്ലാന്റിൽ നിന്ന് അല്ലേ. ഇനി വാട്ട് ഫാക്ടേഴ്സ് ഷുഡ് ബി കൺസിഡർഡ് വൈൽ സെലക്ടിങ് ദ ബെസ്റ്റ് സീഡ്സ് എന്ന് പറയുമ്പോൾ ഏതാണ് വരുന്നത്? ഇതാ എന്താണ് ഫാക്ടർ ടു കൺസിഡർ. ഹെൽത്തി പ്ലാന്റ് ചൂസ് സീഡ് ഫ്രം ഹൈ yielding ആൻഡ് ഹെൽത്തി പ്ലാന്റ്സ്. Best harvest stage, collect seeds from fully ripened fruit produced during the middle of the plant's lifespan. Seed quality, select seeds based on shape, size, weight and seed pod integrity. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അല്ലേ. ഇതൊക്കെ നമ്മൾ ക്ലാസ് എടുത്തതാണ് കേട്ടോ. ജസ്റ്റ് ടീച്ചർ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞിരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും സെക്ഷൽ റീപ്രൊഡക്ഷനിലും അല്ലേ. റൂട്ടിൽ എന്തൊക്കെ ഉണ്ടാവും, സ്റ്റെമ്മിൽ എന്തൊക്കെ, ലീഫിൽ അല്ലേ. അപ്പം ഇത് എഴുതേണ്ട ഏതാന്ന് നോക്കൂ. ഇവിടെ അല്ലേ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, ന്യൂ പ്ലാന്റ്സ് ക്യാൻ ബി ഫോംഡ് ഫ്രം പാർട്സ് ലൈക്ക് റൂട്ട്, സ്റ്റെംസ്, ലീവ്സ് ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ്. എക്സാമ്പിൾ റൂട്ടിൽ നിന്ന് ബ്രെഡ് ഫ്രൂട്ടും മുരിങ്ങി അല്ലേ. സ്റ്റെമ്മിൽ നിന്ന് മുരിങ്ങിയും ഷീമക്കൊന്ന അല്ലേ. പിന്നെന്താണ്? ലീഫിൽ നിന്ന് ബ്രയോഫില്ലം, അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ നിന്ന് ഡയോസ്കോറിയ അല്ലെ, യാം. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താ? ന്യൂ പ്ലാന്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം സീഡ്സ് ഫോം ത്രൂ പോളിനേഷൻ. ഈ മെത്തേഡ്സ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, ലെയറിങ്, എയർ ലെയറിങ് ഉണ്ട് അല്ലേ. അതിലെന്താ? ഇൻഡ്യൂസിങ് റൂട്ട്സ് ഇൻ എ സ്റ്റെം ഓഫ് ദ മദർ പ്ലാന്റ്. സ്റ്റെപ്പ്, സെലക്ട് എ പെൻസിൽ സൈസ്ഡ് സ്റ്റെം, മേക്ക് എ സർക്കുലർ കട്ട് ഇൻ ദ ബാർക്ക്, അപ്ലൈ എ മിക്സ്ചർ ഓഫ് എ കോക്കോപീറ്റ്, സോയിൽ ആൻഡ് കൗഡർ, റാപ്പ് വിത്ത് പോളിത്തീൻ. Roots form in 2 months, then cut and plant the stem. Serpentine layering, bending branches into the soil and covering them in at interval to produce multiple saplings. ഈ ഗ്രാഫ്റ്റിംഗ് എന്താണ്? ലെയറിങ് കഴിഞ്ഞ് ഗ്രാഫ്റ്റിംഗ് അല്ലേ. അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താ? ജോയിനിങ് ദ സ്റ്റെം ഓഫ് എ superior quality plant scion with another plant rootstock to produce a new sapling. Steps. First one, select a rootstock plant, cut a scion from a high yielding plant, join the scion to the rootstock and bind with the polythene tap. Once joined, replant the sapling. ഇനി ബഡ്ഡിങ് ഡെഫിനിഷൻ എന്താണ്? അടുത്ത എന്താ? ഫസ്റ്റ് ലെയറിങ്, പിന്നെന്താണ്? ഗ്രാഫ്റ്റിങ്, ബഡ്ഡിങ്, അങ്ങനെ പിന്നെന്താണ്? ബഡ്ഡിങ്ങിൻ്റെ ഡെഫിനിഷൻ, producing planting material by joining bud from a superior quality plant with another plant that has roots, and stepping in a chisel of a bud with the bark from a superior quality plant, peel off bark from the root stock and attach the bud, bind with the polythene tap keeping the bud exposed, replant once the bud grows well അല്ലേ. ഈ റീപ്രൊഡ്യൂസിങ് ഹൈബ്രിഡ് സീഡ്സ് എന്താ നോക്കാം നമുക്ക്. ഹൈബ്രിഡൈസേഷൻ ഡെഫിനിഷൻ എന്താണ്? പ്രൊഡ്യൂസിങ് സീഡ്സ് ബൈ ആർട്ടിഫിഷ്യലി പോളിനേറ്റഡ് ടു പ്ലാന്റ്സ് വിത്ത് ഡിഫറെന്റ് ക്വാളിറ്റീസ് ഓഫ് ദ സെയിം സ്പീഷീസ്. അതിന്റെ പ്രോസസ് എന്താ? റിമൂവ് സ്റ്റേറ്റ്മെന്റ് ടു പ്രിവെന്റ് സെൽഫ് പോളിനേഷൻ, കളക്ട് പോളൻ ഫ്രം അനദർ പ്ലാന്റ് വിത്ത് ഡിസൈർഡ് ക്വാളിറ്റീസ്, ഡെപ്പോസിറ്റ് പോളൻ ഓൺ ദ സ്റ്റിഗ്മ ഓഫ് ദ ടാർഗറ്റ് ഫ്ലവർ, റാപ്പ് ദ ഫ്ലവർ ടു പ്രിവെന്റ് അതർ പോളിനേഷൻ. ഇനി ഹൈബ്രിഡ് സീഡ്സ് എന്താ? ചില്ലി എന്താ? വെറൈറ്റീസ് ഉജ്ജ്വല, ജ്വാലമുഖി. പി വെറൈറ്റീസ് എന്തൊക്കെയാണ്? ജ്യോതികയും ഭാഗ്യലക്ഷ്മിയും. പാഡി അത് ടെക്സ്റ്റിലുള്ളതുണ്ട് അല്ലേ. പാഡി വെറൈറ്റീസ് എന്താ? പവിത്രയും അന്നപൂർണയും. കോക്കനട്ട് വെറൈറ്റീസ് എന്താ? ചന്ദ്രലക്ഷ്യം, പിന്നെന്താണ്? ചന്ദ്രശങ്കരി അല്ലേ. പിന്നെന്താണ്? ലേഡീസ് ഫിംഗർ എന്താ? ഒക്ര. ലേഡീസ് ഫിംഗർ ഒക്ര വെണ്ട അല്ലേ. വെറൈറ്റീസ് എന്താ? സൽകീർത്തിയും കിരണും അല്ലേ. ദെൻ നോക്കൂ, അഗ്രികൾച്ചറൽ റിസർച്ച് സെൻറ്റേഴ്സ് ഇൻ കേരള ഏതൊക്കെയാണ്? കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, KAU, മണ്ണൂത്തി, തൃശ്ശൂർ. ഇമ്പോർട്ടൻറ്റ് അഗ്രികൾച്ചറൽ റിസർച്ച് സെൻറ്റർ ഇൻ കേരള. പിന്നെ മെയിൻ ആക്ടിവിറ്റീസ്, റിസർച്ച് ഓൺ വെറൈറ്റീസ് ഓഫ് ക്രോപ്സ്, ആനിമൽസ്, ബേർഡ്സ് ആൻഡ് നോളജ് ഡിസമിനേഷൻ പ്രോഗ്രാംസ്. റീജിയണൽ റിസർച്ച് സെൻറ്റർ ഫംഗ്ഷൻ ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി സ്റ്റേറ്റ്. രണ്ടോ സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, CTCRI, ശ്രീകാര്യം, തിരുവനന്തപുരം.
focuses on cultivation and research of tuber crops. Third one, Rubber Research Institution of India, RRII, Kottayam, develop high-yielding varieties of rubber plants suitable for different geographical areas. For Central Plantation Crops Research Institute, CPCRI, Kasaragod, conduct a research on coconut, arcanut, and cocoa. ഇതൊക്കെ നമ്മൾ എടുത്താട്ടോ ടെക്സ്റ്റിൽ അതിൻ്റെ എന്താണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് വേണേണ്ട അത് കാണുക കേട്ടോ. ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുന്നേ ഉള്ളൂ കേട്ടോ. അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ഫോർ ബെറ്റർ yield, ഫെർട്ടൈൽ സോയിൽ, എൻഷുർ സോയിൽ ഫെർട്ടിലിറ്റി ത്രൂ പ്രോപ്പർ ഫെർട്ടിലൈസേഴ്സ്, ഓർഗാനിക് ഫെർട്ടിലൈസർ, കൗഡങ് കോമ്പോസ്റ്റ്, കെമിക്കൽ ഫെർട്ടിലൈസർ, യൂറിയ, NPK മിക്സ്ചർ. ഇനി പെസ്റ്റ് കൺട്രോളിന് എന്താണ് പെസ്റ്റ് കൺട്രോൾ? കീടനാശിനി കീടങ്ങൾക്കുള്ള ഇതെന്താണ് പെസ്റ്റ് കൺട്രോൾ? വിളകൾ നശിപ്പിക്കുന്ന കൃമികീടങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെ കൺട്രോൾ ചെയ്യുന്ന ഏതൊക്കെയാണ് പറയുന്നത്? Biological control using insect like ladybugs and frogs. Mechanical control removing pest manually or using traps. Chemical pesticide industrially prepared pesticides. Organic pesticides natural solution like tobacco decoction and neem oil. Then additional agricultural sector in the rearing livestock, cattle, poultry, rabbits, cultivating mushroom, sericulture, rearing silkworm, agriculture, rearing honeybee, floriculture, growing flowers, pisciculture, rearing fish. Factors influencing yield and agricultural practices, the fertilizer and soil management. Fertile soil essential for healthy plant growth and better yield. Types of fertilizers, organic fertilizer, chemical fertilizer. The organic fertilizer derived from natural sources like compost and cow dung. Example, compost, binomial, chicken manure. Chemical fertilizer manufactured from chemical substance. Example, urea, NPK mixture. Then advantages and disadvantages. Organic fertilizers. Advantage, improve soil structure, environmentally friendly. Disadvantage, required in larger quantities, over nutrient release. Chemical fertilizer advantage, quick nutrient release, precise nutrient supply. Disadvantage, that can harm soil structure if overused, potential environmental impact. Pest control method എന്തൊക്കെയാണ്? Biological control using natural predator to control pest. Example, ladybugs, trichogramma, frogs, lizard. Mechanical control of physical removal or trapping of pest. Example, phenomena, traps, manual removal. Chemical pesticide എന്തൊക്കെയാ? Synthetic chemicals used to kill pest. Caution, chemical pesticides synthetic chemicals used to kill pest. Kill pestine കൊല്ലുക. Caution, can harm beneficial insect and the environment. Then fourth, organic pesticide, natural substance used to control pest. Example, tobacco decoction, neem oil, garlic chili mixture. Preparation of tobacco decoction: soak 100 grams of chopped tobacco, 1.5 liters of water for a day. Filter and mix with 10 grams of washing soap. Dilute with the water before spraying on plants. Then tobacco decoction. Weed control. Importance. Weeds complete with crops of 4 nutrients, water and light. Method, application of a weedicides, chemical substance used to kill weeds. Mechanical removal, manually pulling out weeds or using tools. Okay, then creating biodiversity park, school project, encouraging students to produce saplings and grow plants. Method to produce saplings, the layering, grafting, budding. Documenting activities, recording the growth stages and the method used in the science diary. Artificial intelligence in agriculture, use of AI in the detecting pests and applying targeted pest control using lasers. Benefits, environmentally friendly, reduces the use of chemical pesticides. Other agricultural sectors, rearing livestock includes cattle, poultry and rabbits. Sericulture, rearing silkworms for silk production. In the floriculture, cultivating flowers. Apiculture, rearing honeybees for honey. Pisciculture, rearing fish. Mushroom cultivation, growing edible mushroom. Summary of important points in the good seed selection, critical for high yield and quality produce. Vegetative propagation method, layering, grafting and budding for producing superior quality of plants. Hybridization, creating plants with desirable trait through artificial pollination. Soil and fertilizer management, ensuring soil fertility and
proper use of fertilizers, pest and weed control, using biological, mechanical and chemical methods effectively, technological advancements, utilizing AI for improved agricultural practices, diversified agriculture, understanding and participating in various agricultural സെക്ടേഴ്സ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ക്വസ്റ്റ്യനിൽ വരുന്നത് കേട്ടോ. അപ്പം നന്നായി ക്വസ്റ്റ്യനൊക്കെ പഠിച്ച് ആൻസർ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.